ولو أنهم ظلموا أنفسهم جاءوك واستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما. ബാക്കി പറയും. ചോദ്യം ഉന്നയിച്ചില്ല. ദോഷം ചെയ്തവര്, പാപം ചെയ്തവര് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ചെന്ന് വസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി, വസ്തഗ്ഫറ ലഹുമുർ റസൂലു, റസൂൽ അവർക്ക് വേണ്ടി പൊറുക്കൽ തേടിയാൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, എന്നാൽ അള്ളാഹുവിനെ ആ തൗബയെ സ്വീകരിച്ചതായിട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പൊ പാപം ചെയ്തവര് റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലെ എനിക്ക് നിങ്ങൾ പൊറുക്കലിനെ തേടണമെന്ന് പറഞ്ഞ് റസൂലുള്ള പൊറുക്കലിനെ തേടിയാൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. ഈ ആയത്തിന്റെ അർത്ഥം, ഈ ആയത്തിന്റെ അഭിപ്രായം 100% ശരിയാണ്. ആ ആയത്തിൽ നിന്ന് കേൾക്കണ്ടല്ലോ, ശ്രദ്ധിക്കണ്ടല്ലോ. ഈ ആയത്തിൽ നിന്ന് പാപം ചെയ്ത എല്ലാവരും നബിനത്ത് പോയി നബിയോട് പൊറുക്കലിനെ തേടാൻ ആവശ്യപ്പെടണം എന്നാണെങ്കിൽ, അതാണെങ്കിൽ ആയത്ത് പറഞ്ഞെന്താ? അങ്ങനെ ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അല്ലാഹു തവ്വാബും റഹീമുമായവർക്ക് കണ്ടെത്താമായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്തില്ലെങ്കിലോ തവാബാവൂല, റഹീമുമാകൂല. അപ്പൊ പാപം പുറത്ത് കിട്ടണോ നബിയുടെ അടുക്കൽ ചെല്ലണം. അപ്പൊ തൗബക്ക് നിർബന്ധമാണ്, നിബന്ധനയാണ് ഏത്? നബിയോട് ഇസ്തിഗ്ഫാർ ആവശ്യപ്പെടൽ എന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ കിട്ടുക. അപ്പൊ പാപം പൊറുക്കണോ ആ തൗബ ചെയ്യാൻ ഷർത്തിൽപ്പെട്ടതാണ് ഏത്? നബിയോട് പറയൽ. അപ്പൊ ഇസ്തിഗ്ഫാർ നിർബന്ധമായിട്ട് മാറും. ജായിസായാൽ പോരാ, സുന്നത്തായാലും പോരാ, നിർബന്ധമാണ് എന്ന് പറയേണ്ടി വരും. കാരണം അങ്ങനെ ചെയ്തെങ്കിലേ ലവജദുല്ലാഹ തവ്വാബർ റഹീമ, ഇല്ലെങ്കിലോ പഠിച്ചോൻ പുറത്തെടുക്കൂല. അപ്പൊ തൗബക്കുള്ള ഷർത്താണ് നബിയോട് പോയി പറയൽ എന്ന് പറയേണ്ടി വരും. എന്നാൽ തൗബക്ക് ഷർത്ത് പറഞ്ഞ ഒരാളും അത് പറഞ്ഞിട്ടില്ല. തൗബക്ക് ഷർത്ത് പറഞ്ഞ ഒരാളും അത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആയത്തിൽ നിന്ന് അവരാരും മുഫസ്സിറുകളാരും അങ്ങനെയല്ല മനസ്സിലാക്കിയത്. രണ്ടാമത്, ആ ആയത്തിൽ ആരെയാണോ അല്ലാഹു തആല ഉദ്ദേശിച്ചത്, സബബുൻ നുസൂൽ എന്താണോ, ആ ആളുകൾ നബിയുടെ അടുക്കൽ വരലും നബിയോട് ഇസ്തിഗ്ഫാർ തേടലും വാജിബാണ്, നിർബന്ധമാണ്. റാസി റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ വിഷയത്തിൽ പറയുന്നു, ഫമൻ കാന ദംബുഹു കദാലിക വജബ അലൈഹിൽ ഇഅ്തിദാർ ഇലാ ദാലികൽ ഗൈർ. മറ്റൊരാളെ വേദനിപ്പിച്ച വിഷയമാണെങ്കിൽ അയാളോട് പോയി ഉദ്ർ പറയൽ നിർബന്ധമാണ്, വാജിബാണ് എന്നതിന് മനസ്സിലാക്കാം. അതാണ് നബി ഇമാം റഹിമഹുല്ലാഹ് റിയാദുസ് സ്വാലിഹീൻ പറഞ്ഞത്. തൗബയുടെ ശർത്ത് എപ്പോൾ തൗബമതാബൻ ബിന്നദാമതി മുഖ്ലിഅ വബിഅസ്മി തർക്കിൽ ദംബി ഫീമാ ഇസ്തഖബല വബറാഅത്തിൻ മിൻ കുല്ലി ഹഖ്ഖിൽ ആദമി വലിഹാദിഹിൽ അർകാനി ഫർഅ വകമുല. ആ നാലാമത്തെ ശർത്ത് ഏതാ? നാലാമത്തെ ശർത്ത് വബറാഅത്തിൻ മിൻ കുല്ലി ഹഖ്ഖിൽ ആദമി. അതിനാണ് ഈ ആയത്ത് തെളിവാക്കിയത്. അത് നബിയോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ ലോകത്താരും തെളിവാക്കിയതായി ഞങ്ങളാരും കണ്ടിട്ടില്ല, ചെറിയ അറിവിന്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് ആയത്തിന്റെ സബബുൻ നുസൂല് ഒന്ന് പരിശോധിച്ചാൽ സംഗതി വ്യക്തമാകും എന്ന് കൂടി സൂചിപ്പിക്കുന്നു. ഇനി അടുത്തത് ചോദിച്ചോട്ടെ. അത് കഴിഞ്ഞിട്ട് അവസാന സമയം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ചോദിക്കുന്നത് പോണ്ട, അവിടെ ഇരിക്കട്ടെ, അവിടെ നിന്നോളി. ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.